ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എംകോഡിംഗ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ക്ലാസ് ബേസ് വ്യൂസിന്റെ കുറച്ച് സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസ് ബേസ് വ്യൂവിൽ നമ്മൾ ടെംപ്ലേറ്റ് വ്യൂ ആണ് വീഡിയോ ചെയ്തിരുന്നത്. ഇനി നമുക്ക് മോഡൽസ് എങ്ങനെ നമുക്ക് ക്ലാസ് ബേസ് വ്യൂസിനകത്തോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ മോഡൽ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് വ്യൂസ് ആണുള്ളത്, ഡീറ്റെയിൽ വ്യൂ ആൻഡ് ലിസ്റ്റ് വ്യൂ. സോ ഡീറ്റെയിൽ വ്യൂ ആൻഡ് ലിസ്റ്റ് വ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഡീറ്റെയിൽ വ്യൂ? ഡീറ്റെയിൽ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവിനകത്ത് ഒരു ഇൻസ്റ്റൻസിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് ഡീറ്റെയിൽ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഫംഗ്ഷൻ ബേസ് വ്യൂസിനകത്ത് ഡീറ്റെയിൽ വ്യൂയും ലിസ്റ്റ് വ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ക്ലാസ് ബേസ് വ്യൂസിനകത്ത് എങ്ങനെ നമുക്ക് ഡീറ്റെയിൽ വ്യൂ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, സോ ഇതൊരു സൈറ്റ് ആണ് geeks4geeks.org. ഓക്കെ, ഈ സൈറ്റിനകത്ത് അവരൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഡീറ്റെയിൽ വ്യൂ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, സോ നമ്മുടെ കയ്യിലൊരു പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, സോ പ്രോജക്റ്റിനകത്ത് നമ്മൾ മോഡൽസിനകത്ത് ഒരു മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സാധാരണ നോർമലി നമ്മൾ മോഡൽ ഫംഗ്ഷൻ ബേസ് വ്യൂസിനകത്ത് ചെയ്ത പോലെ നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, മൈഗ്രേഷൻസ് ചെയ്തതിനു ശേഷം നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് അവര് ഫോളോയിങ് കമാൻഡ്സ്, അതായത് നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടി അവർ കമാൻഡ്സ് ആണ് കൊടുത്തത്. നമുക്കിവിടെ കമാൻഡ് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഒരു സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് അഡ്മിൻ സൈറ്റിനകത്ത് കയറിയിട്ട് നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്യാം. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഡീറ്റെയിൽ ലിസ്റ്റ് നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടെംപ്ലേറ്റിനകത്തോട്ട് ഇൻജെക്ട് ചെയ്യണം. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ വ്യൂസിനകത്തോട്ട് പോയിട്ട് ഈ വ്യൂസിൽ നമ്മൾ ക്ലാസ്, ഓക്കെ, നമ്മൾ ക്ലാസ് ബേസ് വ്യൂവിന്റെ ഒരു ക്ലാസ് ഉണ്ട്. ജീക്സ് ഡീറ്റെയിൽ വ്യൂ എന്ന് പറയുന്നത്, ഡീറ്റെയിൽ വ്യൂ എന്ന് പറയുന്ന ഒരു ജനറിക് ക്ലാസ് ഉണ്ട്, ജനറിക് ഡോട്ട് ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഡീറ്റെയിൽ വ്യൂ ഉണ്ട്. ആ ഡീറ്റെയിൽ വ്യൂ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ മോഡൽ എന്ന് പറയുന്ന വേരിയബിൾ, നമ്മൾ വേറെ പേരൊന്നും കൊടുക്കില്ല, മോഡൽ തന്നെ പേര് കൊടുക്കണം. മോഡൽ ഈക്വൽ ടു ജീക്സ് മോഡൽ. ജീക്സ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത മോഡലാണ്. ഓക്കെ, സോ അത് നമ്മളൊരു വേരിയബിളിനകത്ത് സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനകത്ത് യു ആർ എൽ പാത്ത് കൊടുക്കും. എന്നിട്ട് അതിന് വെച്ചിട്ട് അങ്ങ് മാപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ സെയിം കഴിഞ്ഞ ടെംപ്ലേറ്റ് വ്യൂ പോലെ തന്നെയാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ മോഡൽസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഡീറ്റെയിൽ വ്യൂവിനകത്ത് നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഡേറ്റ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഓരോ ഫീൽഡ് ഉണ്ട്. ഓക്കെ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതൊക്കെ ഫീൽഡ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ജീക്സ് ഡീറ്റെയിൽ വ്യൂ മോഡൽ ഈക്വൽ ജീക്സ് മോഡൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കോണ്ടെക്സ്റ്റ് ഡേറ്റ എടുക്കാം. ഇവിടെ ഗെറ്റ് കോണ്ടെക്സ്റ്റ് ഡേറ്റയ്ക്ക് പകരം നിങ്ങൾക്ക് എക്സ്ട്രാ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഗെറ്റ് കോണ്ടെക്സ്റ്റ് ഡേറ്റ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കോണ്ടെക്സ്റ്റ് കാറ്റഗറി. ഓക്കെ, സോ കാറ്റഗറി എന്ന് പറയുന്നത് മോഡലിനകത്ത് കാണും. ആ മോഡൽ നമ്മൾ ഈക്വൽ ടു മിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, അതായത് ഒരു എക്സ്ട്രാ ഫീൽഡ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മോഡലിനകത്ത് രണ്ട് വേരിയബിൾ ആണ് ഉള്ളത്, രണ്ട് ഫീൽഡ് ആണ് ഉള്ളത്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഫീൽഡ് ആഡ് ചെയ്യാം. ആ എക്സ്ട്രാ ഫീൽഡ് ആണ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റഗറി ഈക്വൽ ടു മിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ താഴെ MISC എന്ന് പറഞ്ഞ എക്സ്ട്രാ ഫീൽഡ് ആണ്. ബാക്കി രണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ് എന്നുള്ള ഫീൽഡ് ആണ്. ഓക്കെ, സോ ഇതാണ് ഡീറ്റെയിൽ വ്യൂ. അടുത്ത നമുക്ക് ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ടു ഡിസ്പ്ലേ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ്. ഓക്കെ, വ്യൂവിനകത്ത് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും നമ്മുടെ സെയിം തന്നെയാണ്, ഡീറ്റെയിൽ വ്യൂവിൽ സെയിം തന്നെയാണ്. നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക. മോഡൽ എല്ലാം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ ഡീറ്റെയിൽ വ്യൂക്ക് പകരം നമ്മളിവിടെ ലിസ്റ്റ് വ്യൂ എടുക്കുക. ഓക്കെ, സോ ഈ ലിസ്റ്റ് വ്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്കിവിടെ പാത്ത് കൊടുക്കണം. ഓക്കെ, ടെംപ്ലേറ്റ് പാത്ത് കൊടുത്തിട്ട്, ടെംപ്ലേറ്റ് പാത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ HTML-നകത്ത് ഒരു ഒബ്ജക്ട് ലിസ്റ്റ് കാണും. ഓക്കെ, സോ അതിനകത്ത് കുറെ ഇൻസ്റ്റൻസസ് കാണും. അത് നമ്മൾ ഒരു ഒബ്ജക്ട് ലിസ്റ്റിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഡിസ്പ്ലേ ചെയ്യാം. അതാണ് താഴെ ഇങ്ങനെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ആണ് ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ലിസ്റ്റ് വ്യൂവിനെ ക്വറി സെറ്റ്, നമ്മൾക്ക് ക്വറി സെറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് ഇതിനെ എന്തെങ്കിലും നമുക്ക് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ നമുക്കിത് ക്വറി സെറ്റ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാം. അതിലെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്,
ഇങ്ങനെ ഒരു ഗെറ്റ് അണ്ടർസ്കോർ ക്വറി സെറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഓർഡർ അണ്ടർസ്കോർ ബൈ എന്ന് പറയുന്ന ഒരു മെത്തേഡ് -id, അതായത് റിവേഴ്സ് ഓർഡർ. നമ്മുടെ ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഒരു ഓർഡറിലായിരിക്കും. അതിന് നമുക്ക് റിവേഴ്സിൽ കാണിക്കണമെങ്കിൽ നമ്മൾ ഓർഡർ അണ്ടർസ്കോർ ബൈ എന്ന് പറയുന്നത് -id എന്ന് പറയുന്നത് കൊടുക്കും. സോ അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് സാമ്പിളിനകത്ത് ടൈറ്റിൽ 3, ടൈറ്റിൽ 2, ടൈറ്റിൽ 1 എന്ന് പറഞ്ഞ് ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ കാണിക്കും. ഓക്കെ, ഇത് geeks4geeks.org സൈറ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടേക്കാം. ഇനി അടുത്ത നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ സൊല്യൂഷനിൽ ഞാൻ models.py രണ്ട് ക്ലാസ് എഴുതിയിട്ടുണ്ട്, സ്കൂളും സ്റ്റുഡൻറ്റും. ഇപ്പൊ സ്റ്റുഡൻറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ രണ്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, രണ്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. സോ ക്ലാസ് സ്കൂളിനകത്ത് നെയിം, പ്രിൻസിപ്പൽ. നെയിം എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ നെയിം, അതിലെ പ്രിൻസിപ്പളിൽ ആരാണ്, പിന്നെ അതിന്റെ ലൊക്കേഷൻ, സ്കൂളിന്റെ ലൊക്കേഷൻ ആണ്. പിന്നെ ഇവിടെ ഡെഫ് ഫംഗ്ഷനകത്ത് റിട്ടേൺ ചെയ്യുന്ന സെൽഫ് ഡോട്ട് നെയിം ആയിരിക്കും, അതായത് സ്കൂളിന്റെ നെയിം ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ്. സോ ക്ലാസ് സ്റ്റുഡന്റിനകത്ത് നമ്മൾ 3 ഫീൽഡാണ്. നെയിം, അതായത് സ്റ്റുഡന്റിന്റെ നെയിം, ഏജ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ആയിരിക്കും. അതിനകത്ത് നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജർ ഫീൽഡ് ആണ്. ഓക്കെ, സോ മൈനസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല, പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോസിറ്റീവ് ഇൻറ്റിജർ ഫീൽഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡന്റ് ഏത് സ്കൂളിലാണ്. അപ്പൊ ഈ സ്കൂൾ എന്ന് പറയുന്നത് ഫോറിൻ കീ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നമ്മൾ. കാരണം നമ്മൾ ഏത് ക്ലാസ്, അതായത് ഏത് ക്ലാസ്സിനാണോ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്, അത് റീഡയറക്ട് ചെയ്യുന്നത്, അത് നമുക്ക് ഫോറിൻ കീ ആണ് യൂസ് ചെയ്യുന്നത്. സോ സ്കൂൾ എന്ന് പറയുന്ന ക്ലാസ് ഓൺ ഡിലീറ്റ് മോഡൽസ് ഡോട്ട് കാസ്കേഡ്. ഓൺ ഡിലീറ്റ് മോഡൽസ് ഡോട്ട് കാസ്കേഡ് കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ജാങ്കോന്റെ വെർഷനിൽ നമ്മൾ ഓൺ അണ്ടർസ്കോർ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കാണും. പഴയ ജാങ്കോയിലാണെങ്കിൽ അങ്ങനെ ഇല്ല. സോ പുതിയതില് ഓൺ അണ്ടർസ്കോർ ഡിലീറ്റ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ റിലേറ്റഡ് നെയിം എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് ആണ്. അത് ഞാൻ അടുത്ത ഇത് പറയാം, റിലേറ്റഡ് അണ്ടർസ്കോർ നെയിം എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഫംഗ്ഷനകത്ത് നമ്മൾ സെൽഫ് ഡോട്ട് നെയിം, അതായത് സ്റ്റുഡന്റിന്റെ നെയിം ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ രണ്ട് ക്ലാസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ admin.py നമ്മൾ ഈ രണ്ട് മോഡൽ ക്ലാസ് നമ്മൾ അഡ്മിൻ സൈറ്റിലോട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, സോ അഡ്മിൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം. run server. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഹോം പേജിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ അഡ്മിൻ അടിക്കുക. ഓക്കെ, അഡ്മിനിൽ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾ ഈ സൈറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ശേഷം മേക്ക് മൈഗ്രേഷൻസ് കൊടുക്കുക. ഓക്കെ, മേക്ക് മൈഗ്രേഷൻസ് കൊടുത്തതിന് ശേഷം ഒരു സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് അഡ്മിൻ സൈറ്റിൽ ലോഗിൻ ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ നമ്മളുടെ രണ്ട് മോഡൽ ക്ലാസ് ഇവിടെ ഉണ്ട്, സ്കൂൾസും സ്റ്റുഡൻസും. ഓക്കെ, ഞാൻ സ്കൂൾസിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു സ്കൂൾ ആഡ് ചെയ്യാം. നെയിം, സ്കൂളിന്റെ നെയിം ആണ്. ഞാൻ സ്കൂൾ 1 പ്രിൻസിപ്പൽ ജെ, ലൊക്കേഷൻ പാലക്കാട്. ഒരു സ്കൂൾ ആഡ് ചെയ്തു. ഇനി അടുത്ത സ്കൂൾ, നമുക്ക് രണ്ട് സ്കൂൾ ആഡ് ചെയ്ത് നോക്കാം. സ്കൂൾ 2, പ്രിൻസിപ്പൽ ഷേദാസ്, ലൊക്കേഷൻ എറണാകുളം. ഓക്കെ, സോ രണ്ട് സ്കൂൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാം. സ്റ്റുഡന്റിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെയിം കൊടുക്കണം. ജോൺ, വയസ്സ്, ഏജ് എന്ന് പറയുന്നത് നമുക്ക് 15 കൊടുക്കാം. സ്കൂൾ 1, സേവ്. വേറൊരു സ്റ്റുഡന്റിനെ ആഡ് ചെയ്യാം. ഏജ് 9. സ്കൂൾ 2 ആഡ് ചെയ്യാം. ആഡ് സ്റ്റുഡന്റ്. അടുത്ത വേറെ
ലിസി 12 സ്കൂൾ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് സ്റ്റുഡൻസിന്റെ ലിസ്റ്റ്, പിന്നെ സ്കൂളിന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 1, 2. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യൂസിനകത്തോട്ട് പോവാം. ഓക്കെ, സോ വ്യൂസിനകത്ത് നമുക്ക് 2 ക്ലാസ്. ഓക്കെ, നമുക്ക് പുതിയൊരു ക്ലാസ് ആഡ് ചെയ്യാം. ക്ലാസ് സ്കൂൾ ലിസ്റ്റ് വ്യൂ. ഓക്കെ, സ്കൂൾ ലിസ്റ്റ് വ്യൂവിനകത്ത് ഞാൻ ഇവിടെ ഇൻജെക്ട് ചെയ്യാൻ പോണത് ലിസ്റ്റ് വ്യൂ ആയിരിക്കും. നമുക്ക് ടെംപ്ലേറ്റ് വ്യൂ ഉണ്ട്, ലിസ്റ്റ് വ്യൂ, പിന്നെ ഡീറ്റെയിൽ വ്യൂ. സോ ഈ 2 വ്യൂ ക്ലാസ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻജെക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ലിസ്റ്റ് വ്യൂവിനകത്ത് നമ്മൾ മോഡൽ ഈക്വൽ ടു, ഇവിടെ മോഡലിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഫ്രം ഫസ്റ്റ് ആപ്പ് ഡോട്ട് മോഡൽസ് import സ്കൂൾ. ഓക്കെ, സോ ഇമ്പോർട്ട് നമുക്ക് സ്കൂൾ കൊടുക്കാം. സ്കൂൾ ലിസ്റ്റ് വ്യൂ അല്ല, സ്റ്റുഡന്റ് ലിസ്റ്റ് വ്യൂ. നമുക്ക് തൽക്കാലം അങ്ങനെ പേരെടുക്കാം, സ്റ്റുഡന്റ് ലിസ്റ്റ് വ്യൂ. നമുക്ക് സ്റ്റുഡന്റിനാണ് പറയുന്നത്. ഓക്കെ, മോഡൽ ഈക്വൽ ടു സ്കൂൾ വ്യൂ. അതുപോലെ അടുത്ത നമുക്ക് ക്ലാസ് വേണമെങ്കിൽ അടുത്തൊരു ക്ലാസ് നമുക്ക് ഡീറ്റെയിൽ വ്യൂ കൊടുക്കാം. ഓക്കെ, ഡീറ്റെയിൽ വ്യൂ, ഇവിടെ നമ്മൾ മോഡൽ ഈക്വൽ ടു സ്കൂൾ എന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് ടെംപ്ലേറ്റ് കൊടുക്കേണ്ടത്, നമുക്ക് ടെംപ്ലേറ്റ് നെയിം ഇവിടെ കൊടുക്കാം. ടെംപ്ലേറ്റ് നെയിം ഈക്വൽ ടു ഫസ്റ്റ് ആപ്പ്. അതായത് ഈ ടെംപ്ലേറ്റ് ഞാൻ ഓൾറെഡി ഒരു 3 ടെംപ്ലേറ്റ്, ഒരു സാമ്പിൾ ടെംപ്ലേറ്റ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആപ്പിനകത്ത് വ്യൂസിൽ ഫസ്റ്റ് ആപ്പ് സ്ലാഷ് സ്കൂൾ ഡീറ്റെയിൽ. ഓക്കെ, സ്കൂൾ ഡീറ്റെയിൽ ഡോട്ട് HTML. ഓക്കെ, സോ ഇങ്ങനെ 2 വ്യൂസ് ഉണ്ടാക്കി. ഓക്കെ, 2 ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഇതിനകത്ത് വ്യൂസിനകത്തോട്ട് ഇൻജെക്ട് ചെയ്യണം, പിന്നെ URL മാപ്പ് ചെയ്യണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ ഇതൊരു പാർട്ട് 1 ആണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് നോക്കാം.